എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CA റൌഫ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. റൌഫിനെ കേന്ദ്ര സർക്കാർ PFI നിരോധിച്ച സമയത്ത് NIA തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നു. അപ്പോൾ റൌഫ് ഇപ്പോൾ ഇന്ത്യയിലെ ഏത് ജയിലിലാണുള്ളത് ആർക്കും ഒരു നിശ്ചയമില്ല. ചില ആൾക്കാർ പറയുന്ന റൌഫ് മറ്റേ തിഹാർ ജയിലിലാണെന്ന്, ചില ആൾക്കാർ പറയുന്നു കേരളത്തിലെ ഏതോ ജയിലാണെന്ന്. പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ക്ലിയർ ആൻസർ ഇല്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം CA റൌഫ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു സീക്രട്ട് ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചില കോഡിൽ ചില ആൾക്കാർ സംശയം ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അതിന് സാധൂകരിക്കുന്ന കുറേ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് 2022 സെപ്റ്റംബർ 20 ഈ PFI എന്ന് പറയുന്ന സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അപ്പോൾ അന്നുണ്ടല്ലോ, അന്ന് NIA, ഡൽഹിയിൽ നിന്ന് NIA ഫുൾ ലോഡഡ് AK-47 മിഷി ഗണ്ണുള്ള CRPF ജവാന്മാരുമായിട്ടും ഫ്ലൈറ്റൊക്കെ പിടിച്ച് നേരെ കേരളത്തിലോട്ട് വരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ വീട്ടിലോട്ട് പോയിട്ട് എന്താ പറയണ്ടേ, പുലർച്ചെ 3 മണിക്കാണ് ഓപ്പറേഷൻ. ഇവന്മാരെ കട്ടിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അതായത് അടിവസ്ത്രം ഇടാൻ പോലും അവസരം കൊടുക്കാതെ NIA ഉദ്യോഗസ്ഥർ ഇവന്മാരെ തൂക്കിയെടുത്ത് ഡൽഹിയിലോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പോലും ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം രാവിലെ 7 മണിക്ക് ശേഷം അവിടുത്തെ നാഷണൽ മീഡിയയൊക്കെ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയൻ പോലും അറിയുന്നത്. അത്രയ്ക്കും സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു അന്ന് NIA നടത്തിയത്. അപ്പോൾ അന്ന് നടത്തിയ ഓപ്പറേഷനിൽ കേരളത്തിലെ PFIയുടെ പ്രമുഖ എല്ലാ നേതാക്കന്മാരെയും അന്ന് NIA തൂക്കിക്കൊണ്ടുപോയി. പക്ഷേ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തില്ല. ഈ CA റൌഫിനെ മാത്രം അറസ്റ്റ് ചെയ്തില്ല. CA റൌഫിന് ഏകദേശം 1.5 മാസം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടാണ് NIA അറസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് NIA അന്ന് CA റൌഫിനെ അറസ്റ്റ് ചെയ്തില്ല? അതായത് CA റൌഫ് എവിടെയുണ്ടെന്ന് വ്യക്തമായ വിവരം ലഭിച്ചിട്ട് പോലും NIA അന്ന് എന്താ പറയേണ്ടത്, റൌഫിന് രക്ഷപ്പെടാൻ അവസരം നൽകി. എന്തായിരിക്കും കാരണം? അത് മനഃപൂർവ്വം ചെയ്തതാണ്. റൌഫ് വിചാരിച്ചു തൻ്റെ സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്, തൻ്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ NIAക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടതാണ് റൌഫ് വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, അതൊരു ട്രാപ്പായിരുന്നു. NIAയുടെ ഒരു ട്രാപ്പായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ PFIയുടെ എല്ലാമായിരുന്നു റൌഫ്. PFIയുടെ എല്ലാ ട്രാൻസാക്ഷനും, അതായത് ഫിനാൻഷ്യൽ ഹാൻഡ്ലിംഗ് എല്ലാം ചെയ്യുന്നത് ഒരു PFIയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്നൊരു വ്യക്തിയായിരുന്നു CA റൌഫ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ. അതായത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ CA റൌഫായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് NIA അന്ന് അദ്ദേഹത്തെ പിടികൂടാഞ്ഞ് വെറുതെ വിട്ടത്. ഏതറ്റം വരെ പോകുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസാണ് ചെയ്യുന്നത്. അതായത് ഒരു സംഘടന ബാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മാസ്റ്റർ ബ്രെയിനായ ഒരാളെ അറസ്റ്റ് ചെയ്യാതെ ചുമ്മാ വിടുകയാണെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇൻറ്റൻഷനലി വിടാതിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നോക്കുകയാണ്. അത് റൌഫിനെ കുറിച്ച് NIAയുടെ പക്കൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ആരൊക്കെയായിട്ടായിട്ട് ഡീൽ ചെയ്യുന്നത്, എന്തൊക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, ഇപ്പോൾ രാജ്യത്ത് വെളിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കറക്റ്റ് NIAയുടെ പക്കലുണ്ട്. പക്ഷേ അതിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് NIA റൌഫിനെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നത്. 45 ദിവസം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റിൽ എന്താ പറയേണ്ടത്, പട്ടാമ്പിയിലുള്ള വീട്ടിൽ വെച്ച് റൌഫിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ NIA ക്ലോസ്ലി മോണിറ്റർ ചെയ്യുമായിരുന്നു. അതായത് NIAയുടെ അറിയാത്ത പല കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി 45 ദിവസം ഇവനെ മോണിറ്റർ ചെയ്തു. അതിനുശേഷമാണ് NIA അറസ്റ്റ് ചെയ്തത്. അപ്പോൾ NIAക്ക് അതായത് അവരുടെ പക്കലെ ഡീറ്റെയിൽസും കൂടുതൽ ഉപരിയായിട്ട് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു. പിന്നീട് മനസ്സിലായി, അതായത് 45 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിലായി, അതായത് ഇവൻ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനുശേഷമാണ് CA റൌഫിനെ NIA അറസ്റ്റ് ചെയ്തത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ NIA, അതായത് NIU ഓപ്പറേഷൻ, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് സന്തോഷ് ഉസ്താഗി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ പലതവണ, അതായത് ഈ PFI ബാൻ ചെയ്തതിന് ശേഷം ഈ നേതാക്കന്മാരെയൊക്കെ തൂക്കിയതിന് ശേഷവും ഈ റൌഫിനൊക്കെ തൂക്കിയതിന് ശേഷം പലതവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഈ റൌഫിനടക്കം ഈ ഉസ്താഗി ഡയറക്റ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ നിരോധനത്തിന് ശേഷം, PFI നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. അതായത് PFIയുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് STPI. ഈ PFI എന്ന് പറയുന്ന ഭീകര സംഘടന നേതാക്കന്മാരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇവന്മാർ നടത്താൻ ഉദ്ദേശിക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിന് തടയിടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേന്ദ്ര സർക്കാർ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, അത് അവർക്കും അറിയാം. അതായത് ഒരു പൊളിറ്റിക്കൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ പെട്ടെന്ന് ബാൻ ചെയ്യാൻ പറ്റില്ല. അതിന് ലീഗലി കുറേ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് സോളിഡ് എവിഡൻസ് വേണം ഈ STPI ബാൻ ചെയ്യാൻ. അതുകൊണ്ടാണ് അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു PFI ബാൻ ചെയ്യുക, STPI ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. അപ്പോൾ STPI ബാൻ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സോളിഡ് ഇത് വേണം, അതായത് സോളിഡ് എവിഡൻസ് വേണം STPI ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന കുറേ സംഭവ വികാസങ്ങളുണ്ട്. അതിനൊക്കെ എന്താ പറയുക, NIA സഹായിച്ചത് ഈ CA റൌഫാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ PFIയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും എന്താ പറയുക, CA റൌഫ് വിചാരിക്കണം. ഇയാൾ കാണുന്ന മാറ്റില്ല, ചില്ലറക്കാരനല്ല. ഇദ്ദേഹത്തിൻ്റെ വിടവുള്ള പല്ലൊക്കെ കാട്ടി ചിരിച്ച ആൾക്കാർ വിചാരിക്കും ഇദ്ദേഹം ഒരു കോമഡി കഥാപാത്രം
കഥാപാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല, കാര്യങ്ങൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ നല്ലൊരു കപ്പാസിറ്റിയിലെ ഒരാളാണ് സി എ റൌഫ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് PFIയുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഈയിടെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വിദേശത്ത് നിന്ന് ഏകദേശം 16,000 അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് എന്താ പറയുക പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ആ പൈസ പല മേഖല പല ചാനൽ വഴി ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാരെ ജാമ്യം കിട്ടാൻ വേണ്ടി ഏകദേശം 5 കോടിയോളം രൂപ കെട്ടിവെക്കണം. അപ്പോൾ ഈ 5 കോടി കെട്ടിവെക്കണമെങ്കിൽ ഇവരുടെ പൈസ ഇല്ല. അതായത് ഈ നിരോധിത സംഘടനയ്ക്ക് ആരും പൈസ കൊടുക്കില്ല. ആരെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കും. അതുകൊണ്ട് വിദേശത്ത് നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പല ആൾക്കാരും. അപ്പോൾ 16,000 അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇവർ ഇല്ലീഗലായിട്ട് പല ചാനൽ വഴി ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുവന്നിരുന്നു. ED പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 16,000 അക്കൗണ്ടിൽ 10,000 പേര് മലയാളികളായിരുന്നു. വളരെ ഗുരുതരമായൊരു കാര്യം കേട്ടോ. ഈ മലയാളികളെക്കുറിച്ച്, ഈ മലയാളികളെ ശരിക്കും എന്താ പറയുക കറക്റ്റ് എല്ലാവരും ഹാൻഡിൽ ചെയ്തത്, ഒന്ന് കോർഡിനേറ്റ് ചെയ്തത് CA റൌഫായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ 10,000 മലയാളികളുടെ വ്യക്തമായ ഡീറ്റെയിൽസും ഈ 16,000 അക്കൗണ്ട് ഡീറ്റെയിൽസും വിദേശത്ത് നിന്ന് ഇങ്ങനെ ഫണ്ട് പിരിക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് വിവരം NIAക്ക് നൽകിയത്, NIAക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയതും ഈ CA റൌഫായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതായത് അവർക്കറിയായിരുന്നു ഒരു നാൾ ഈ PFIക്ക് പിടി വീഴും എന്നുള്ള കാര്യം അറിയായിരുന്നു. അതായത് അതുമാത്രമല്ല, ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും CA NRC സമരമൊക്കെ നടന്നില്ലേ, ആ സമയത്തൊക്കെ ഡൽഹി കലാപം, ആ സമയത്തൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഏകദേശം 200 കോടിയോളം രൂപ ഡൽഹിയിൽ മാത്രം ഒഴുക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പണമായിരുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ റൌഫായിരുന്നു. അപ്പോൾ എന്താ പറയുക PFI ബാൻ ചെയ്തതിനു ശേഷം ഈ STPയെ കുറിച്ചും ഇവരുടെ ഫൈനാൻഷ്യൽ സോഴ്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ റൌഫിനെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യും. റൌഫ് എല്ലാം തത്ത പറയുന്ന മാതിരി പറഞ്ഞു. അതിനുശേഷമാണ് EDക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഈ വിദേശത്തു നിന്നുള്ള ഓപ്പറേഷൻ കറക്റ്റ് ആരാണ് എന്താണ് ചെയ്യുന്നതിലെ എല്ലാ ഡീറ്റെയിൽസ്, ആ 10,000 മലയാളികളുടെ ഫുൾ ഡീറ്റെയിൽസ് റൌഫ് എന്താ പറയുക കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തു. അതിനുശേഷമാണ് എന്താ പറയുക ഈ 10,000 പേരും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 10,000 മലയാളികൾ ഇനി ഇന്ത്യയിൽ എവിടെ വന്ന് ഇറങ്ങിയാൽ സ്പോട്ടിൽ പൊക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഏകദേശം 2-3 മാസം മുന്നേ ഡൽഹി എയർപോർട്ടിൽ വെച്ച് മുഹമ്മദ് ആലം എന്ന് പറഞ്ഞൊരു ബീഹാറി PFI പ്രവർത്തകനെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അതെന്തിനാണെന്നറിയോ? ആ വിവരം കൊടുത്തത്, ഈ മുഹമ്മദ് ആലത്തിനെ കുറിച്ചുള്ള വിവരം നൽകിയതും CA റൌഫായിരുന്നു. ഈ മുഹമ്മദ് ആലമായിരുന്നു വിദേശത്ത് ഫണ്ട് എല്ലാം ചെയ്യുന്നത്. അത് PFIക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത് ഈ മുഹമ്മദ് ആലായിരുന്നു. ആ മുഹമ്മദ് ആലം ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അപ്പം തന്നെ പൊക്കി NIA. എന്താ പറയുക, അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അവൻ്റെ എല്ലാ വിവരങ്ങളും നൽകിയത് CA റൌഫാണെന്നില്ല ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക ഈ STPയുമായി ബന്ധപ്പെട്ട് STP എന്താ പറയുക ഈ PFI ബാൻ ചെയ്തതിനു ശേഷം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാധാ പ്രവർത്തകർ ഒക്കെ STPയിലോട്ട് വന്നിട്ടുണ്ടല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു എന്താ പറയുക ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണ്. ഇതിനൊരു ഇലക്ഷൻ കമ്മീഷനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കൈവെക്കില്ല എന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് STPയിലോട്ട് വന്ന ആൾക്കാർ, സാധാ പ്രവർത്തകർ വിചാരിച്ചു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ 2 എൻറ്റിറ്റിയായി നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മുമ്പ് നേരത്തെ പറഞ്ഞ മാതിരി വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരുന്നത്, അതായത് പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് കൊണ്ടുവന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു ചാനൽ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് പല വഴികൾ ഉപയോഗിച്ച് ഇവിടത്തേക്ക് ഫണ്ട് കൊണ്ടുവന്നിരുന്നു. അത് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ STPയിൽ പോയിട്ട് STPയിൽ നിന്ന് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആരൊക്കെയാണ് ചെയ്യുന്നത്, ആരൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ള വ്യക്തമായ വിവരം എന്താ പറയേണ്ടത് കൊടുത്തത് റൌഫ് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, സോളിഡ് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് STPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ തന്നെ, അതായത് അഖിലേന്ത്യാ അധ്യക്ഷനായ MK ഫൈസിയെ എന്താ പറയുക ED തൂക്കിയത്. വ്യക്തമായ സോളിഡ് എവിഡൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ സാമ്പത്തിക തിരിമറികളാണ്, എന്തൊക്കെ സാമ്പത്തിക ഡീലിങ്സാണ്, ഫിനാൻഷ്യൽ ഡീലിങ്ങുകളാണ് ഇയാൾ നടത്തുന്നത് STPക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ആ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് ചെയ്തത് ഈ STP പ്രവർത്തകർ. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ ഫൗണ്ടർ എന്ന രീതിയിലാണ് എന്താ പറയുക റൌഫ് ഉള്ളത്. അപ്പോൾ ആ റൌഫ് എല്ലാ കാര്യങ്ങളും ED എടുത്ത് പറഞ്ഞു, കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ എടുത്ത് പറഞ്ഞു. അതൊക്കെ കൊണ്ടാണ് എന്താ പറയുക റൌഫിനെ ഈ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ വിവരങ്ങളും എന്താ പറയുക 1 by 1 ആവശ്യമുള്ള സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുന്നത് ഈ CA റൌഫാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ CA റൌഫ് ഇപ്പോൾ അമിത്ഷായുടെ എന്താ പറയുക ഒരു റൈറ്റ് ഹാൻഡ് മാതിരിയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.